എന്താണ് ജോയിന്റ് പ്രിസർവിങ് സർജറീസ്? നമ്മുടെ നാച്ചുറൽ ജോയിന്റ് അല്ലെങ്കിൽ ഗോഡ് ഗിവൺ ജോയിന്റ് പ്രിസർവ് ചെയ്യുക എന്നതാണ് ജോയിന്റ് പ്രിസർവിങ് സർജറീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. മുട്ടിന്റെ കാർട്ടിലേജ്, മുട്ടിന്റെ മെനിസ്കസ്, മുട്ടിന്റെ അകത്തുള്ള ലിഗമെന്റ്സ്, അങ്ങനെ ഓരോരോ സ്ട്രക്ചേഴ്സും ആ ജോയിന്റ് പ്രിസർവ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മുട്ടിന്റെ അലൈൻമെന്റ്, മുട്ടിന് വളവുണ്ടോ, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, മുട്ടിനൊരു ഇഞ്ചുറി സംഭവിച്ചതോ, പിന്നെ ഈ ഓരോരോ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് കാർട്ടിലേജ്, മെനിസ്കസ്, ലിഗമെന്റ്, അങ്ങനെ ഓരോ സ്ട്രക്ചേഴ്സും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അതിന് വന്ന ഒരു ഇഞ്ചുറി നമ്മൾ ട്രീറ്റ് ചെയ്ത് ജോയിന്റിന്റെ അലൈൻമെന്റും നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൾ ടുഗദർ നമ്മുടെ നാച്ചുറൽ ജോയിന്റ് പ്രിസർവ് ചെയ്യാനും പറ്റുകയുള്ളൂ. മുട്ട് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ജോയിന്റ് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ നമ്മുടെ നാച്ചുറൽ ജോയിന്റ് വെച്ചിട്ട് നമുക്കൊരു പെയിൻ ഫ്രീ ജോയിന്റ് കിട്ടുകയുള്ളൂ. ജോയിന്റ് പ്രിസർവിങ് സർജറീസിൽ ഈ ഇഞ്ചുറീസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും മുട്ടിന് എന്താണ് നമ്മളപ്പം ചെയ്യുക, ആ പേഷ്യന്റിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് സ്റ്റാറ്റസ്, പേഷ്യന്റിന്റെ ഹൈറ്റ്, പേഷ്യന്റിന്റെ വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, മുട്ടിന്റെ അലൈൻമെന്റ്, മുട്ടിന് വളവുണ്ടോ, മുട്ടിന്റെ എക്സ്റേ സ്കാൻ, MRI സ്കാൻ എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഡെഫിനിറ്റീവ് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ ജോയിന്റ് പ്രിസർവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, ഇപ്പോൾ നോൺ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് മതിയോ, അല്ലെങ്കിൽ എക്സസൈസസ് റീഹാബ് മതിയോ, അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പിയോ, അല്ലെങ്കിൽ സർജിക്കൽ ഇന്റർവെൻഷൻ വേണം. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ജോയിന്റ് പ്രിസർവ് ചെയ്യുന്ന ഒരു ഡെഫിനിറ്റീവ് പ്ലാൻ ഡിസൈഡ് ചെയ്യുക.